വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കട്ട്ലറ്റ് പോലുള്ള ഈവനിങ് സ്നാക്സിന് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബ്രെഡ് ക്രംസ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. ഇത് 3 മാസം വരെ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എല്ലാ ടിപ്സും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് വീഡിയോ ആണ്. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 8 ബ്രെഡ് കുറച്ച് കഷ്ണങ്ങളാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടായ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം ഈ ഒരു സ്റ്റെപ്പിന് പകരം നിങ്ങൾക്ക് ഒരു ബ്രെഡ് സ്ലൈസായിട്ട് തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അത് ഒരു ദോശ തവയിലോ അല്ലെങ്കിൽ നിങ്ങൾ ചപ്പാത്തി ഇടുന്ന പാനിലോ ഒക്കെ 2 സൈഡും ഒന്ന് കളർ മാറ്റി ടോസ്റ്റ് ചെയ്തെടുത്താലും മതിയാവും. അതുമില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് അതേപോലെ തന്നെ വെയിലത്ത് വെക്കാം. 1 മണിക്കൂർ വരെ നല്ല വെയിൽ കൊണ്ടാൽ മതി. 2 സൈഡും ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് നല്ല സോഫ്റ്റ് ടെക്സ്ചർ മാറി നല്ല ഡ്രൈ ആവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇവിടെ മീഡിയം തീയിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എഡ്ജസൊക്കെ മുറിച്ച് കളഞ്ഞ ശേഷവും ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ഞാനിവിടെ അതേപടിയാണ് ഇട്ടിട്ടുള്ളത്. ബ്രെഡിൻ്റെ സൈഡൊന്നും മുറിച്ച് കളഞ്ഞിട്ടില്ല. നമ്മൾ സൈഡ് എഡ്ജസ് മുറിച്ച് മാറ്റിയില്ലെങ്കിൽ അവസാനം കിട്ടുന്ന ബ്രെഡ് ക്രംസിൻ്റെ കളറ് ഈവൻ ആയിരിക്കില്ല. അതായത് അകത്തുള്ള ബ്രെഡിൻ്റെ വൈറ്റ് പോർഷൻ കുറച്ച് ലൈറ്റ് കളറായിട്ടും എഡ്ജസ് കുറച്ച് ഡാർക്കായിട്ടും കിടക്കും. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ, പിന്നെ വീട്ടാവശ്യത്തിനും ആയതുകൊണ്ടാണ് ഞാൻ എഡ്ജസ് കൂടി ചേർത്ത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത്. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. മീഡിയം തീയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പൊടിഞ്ഞിട്ടും പോലും ഉണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറുമ്പോഴത്തേക്കും നല്ലപോലെ ഡ്രൈ ആവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു തവയിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറാനായിട്ട് വയ്ക്കാം. നല്ലപോലെ തണുക്കണം. തണുത്ത ശേഷമാണ് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ലപോലെ ചൂട് മാറിയിട്ടുണ്ട്. ചൂട് മാറുമ്പോൾ ഒന്നും കൂടി നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. തീരെ ഫൈനായിട്ട് പൊടിക്കരുത്. പിന്നെ മിക്സി ഒട്ടും ഈർപ്പം ഉണ്ടാവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിത് ഒറ്റ പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി കംപ്ലീറ്റ് ആയിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ബ്രെഡ് ക്രംസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഉടനെ കട്ട്ലറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാം. ഇല്ല, നമ്മൾ 1 മാസത്തിൽ കൂടുതൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ബ്രെഡ് ക്രംസിന് പൊടിക്കുമ്പോൾ തീരെ ഫൈനായിട്ട് പൊടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഞാൻ അതേ ചീനച്ചട്ടിയിൽ തന്നെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 1 മാസത്തിൽ കൂടുതൽ തന്നെ ഈ ബ്രെഡ് ക്രംസ് സൂക്ഷിക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക. ഏറ്റവും ചെറിയ തീയിൽ മതി, കാരണം ഇത് വേഗം അടിയിൽ പിടിക്കും. അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഒന്നും കൂടെ ഒന്ന് ക്രിസ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. രണ്ട് മിനിറ്റ് ഒന്ന് വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറാനായിട്ട് വെക്കാം. ഇത് ചൂട് മാറുമ്പോഴേക്കും ഒന്നും കൂടെ ഒന്ന് ക്രിസ്പ് ആകും. ഇത് ഇട്ട് വെക്കുന്ന പാത്രവും ഈർപ്പമില്ലാതിരിക്കണം, കാരണം ഈർപ്പം ഉണ്ടെങ്കിൽ അത് വേഗം ചീത്തയായി പോകും. അതുകൊണ്ട് നല്ലപോലെ വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലിട്ട് സൂക്ഷിക്കാം. നിങ്ങൾക്ക് ഇതിലോട്ട് ഉപ്പും ഗാർലിക് പൗഡർ, വെളുത്തുള്ളിയുടെ പൊടി, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ ഒക്കെ മിക്സ് ചെയ്ത് ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, നേരെ തന്നെ ഒരു പാത്രത്തിലിട്ട് സ്റ്റോർ ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെച്ചാൽ 3 മാസം വരെ ഇരിക്കും. ഇതുപോലെയുള്ള പാത്രത്തിലിട്ട് വെക്കാം, ഇല്ലെങ്കിൽ സിപ്ലോക്ക് കവറിലിട്ടും നിങ്ങൾക്ക് സൂക്ഷിക്കാം.